നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾ കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നോക്കിയിട്ടുണ്ടോ? എങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഉത്തരം ഒരു 2 ലക്ഷം ടു 2.5 ലക്ഷം അടുത്തെങ്കിലും എത്തുമെന്നാണ്. കേൾക്കുമ്പോൾ മേ ബി തമാശയെ തോന്നിയേക്കാം, ബട്ട് വിത്ത് വാലിഡ് റീസൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് കാരണം അറിയാൻ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഫൈനാൻഷ്യൽ കോണ്ടന്റ്സ് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നമ്മളെല്ലാവരും പറയും ലോങ് ടേമിലേക്ക് ടാർഗറ്റ് ചെയ്തോളൂ, SIP ചെയ്തോളൂ, മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തോളൂ, സ്റ്റോക്സിലൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോക്സ് മേടിച്ച് വെച്ചോളൂ, ലോങ് ടേമിൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോയോ ഇല്ലയോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് 2 ബെഞ്ച് മാർക്കുകളാണ്. നിഫ്റ്റി 50 സെൻസെക്സും. അതായത് ഇന്ത്യയിൽ വരുന്ന ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനീസിന് നിഫ്റ്റി 50 എന്ന് പറയും, ഇന്ത്യയിൽ വരുന്ന 1030 കമ്പനീസിന് നമ്മൾ സെൻസെക്സ് എന്നും പറയും. അതായത് ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോയി എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും നിഫ്റ്റി 50 സെൻസെക്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പോയി എന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോങ് ടേമിലേക്ക് മാർക്കറ്റ് മുന്നോട്ടാണ്, നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടും, നമ്മുടെ SIP, മ്യൂച്വൽ ഫണ്ട്സ്, ലോങ് ടേം ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോ എല്ലാം അടിപൊളിയാവുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് എത്രത്തോളം മേലോട്ട് പോകുന്നു അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസും. സോ നിർബന്ധമായിട്ടും വെറുതെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ എവിടെ വരെ ഈ നിഫ്റ്റി 50 ഇൻഡെക്സ് ഇനി വരാൻ പോകുന്ന ഒരു 10, 15, 20 കൊല്ലത്തിലേക്ക് പോകുമെന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആവശ്യവുമുണ്ട്. കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10 to 20 കൊല്ലത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏതാണ്ട് 12 to 13% നമുക്ക് ഓൾമോസ്റ്റ് തന്നിരിക്കുന്ന റിട്ടേൺസ്. ടു ബി വെരി പ്രിസൈസ്, കഴിഞ്ഞ 20 കൊല്ലത്തിൽ നിഫ്റ്റി 50യുടെ CAGR എന്ന് പറയുന്നത് 12.5%. അതായത് ഇനി വരാൻ പോകുന്ന ഒരു 20 കൊല്ലം കൂടി ഈ 12.5% വെച്ചുകൊണ്ട് നിഫ്റ്റി തരികയാണെന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും നിഫ്റ്റി ഒരു 2 ലക്ഷം ടു 2,30,000 അടുത്തെങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി സപ്പോസ് പല ആൾക്കാരും പറയുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റ് വരാൻ പോകുന്ന ഒരു ഗോൾഡൻ എറ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇഫ് യു വാണ്ട് ഇൻവെസ്റ്റ് സംവെയർ, ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ എന്നാണ് പല ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളും അതേപോലെ തന്നെ പല എക്സ്പെർട്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ എക്കോണമി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്ന ഒരു ഫേസ് ആണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യും, നിഫ്റ്റി 50 സെൻസസ് നല്ലോണം മുന്നോട്ട് പോവുകയും ചെയ്യും. സോ സപ്പോസ് ഇതെല്ലാം ഒന്ന് അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു 15% വെച്ചാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇനി വരാൻ പോകുന്ന ഒരു 20 കൊല്ലം മുന്നോട്ട് പോകാൻ പോകുന്നതെന്നാണെങ്കിൽ നിഫ്റ്റി 3 ലക്ഷം കടന്ന് പോകുന്നതായിരിക്കും. ഇനി വേഴ്സ് സിനാരിയോ, ഇതൊന്നും നടന്നില്ല, വളരെയധികം മോശമായിട്ടുള്ള ഒരു ഫേസിലായിരുന്നു, ഒരു 9-10% വെച്ചുകൊണ്ട് മാത്രമേ നിഫ്റ്റി 50 കൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു 20 കൊല്ലത്തിൽ തരാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ പോലും എങ്ങനെ പോയാലും നിഫ്റ്റി ഒരു 1.5 ലക്ഷം റേഞ്ചിലും കടക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉള്ളത്, 20 കൊല്ലം മുമ്പ് അതായത് 2005 നിഫ്റ്റി എന്ന് പറയുന്നത് 2000 to 2500 റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴോ അത് ഓൾമോസ്റ്റ് 10 ഇരട്ടി മുന്നോട്ട് വന്ന് 25,000 റേഞ്ചിലുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു 20 കൊല്ലം കൂടി ഇതേപോലെ തന്നെ ഒരു 10 ഇരട്ടി മൂവ്മെന്റ് വരികയാണെന്നാണെങ്കിൽ എങ്ങനെ പോയാലും നിഫ്റ്റി ഒരു 2.5 ലക്ഷങ്ങളും കടക്കുന്നതായിരിക്കും. സോ ഇനി വരാൻ പോകുന്ന ഒരു 10-20 കൊല്ലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഫോക്കസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം ബുള്ളിഷാണ്, ഒരു ഡൗട്ടും ഇല്ല. ഇന്ത്യൻ മാർക്കറ്റ് മാറ്റി നിർത്താം, ഇന്ത്യൻ എക്കോണമി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആയിക്കോട്ടെ, ഫണ്ടിങ് ആവട്ടെ, എല്ലാം കൊണ്ടും ഇന്ത്യൻ എക്കോണമി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്ന ഒരു ഫേസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡെവലപ്പിംഗ് നിന്നുകൊണ്ട് എത്രത്തോളം ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കോണമി നന്നായി പെർഫോം ചെയ്യണമെന്നാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ടോപ്പ് ആയിട്ടുള്ള കമ്പനീസ് നന്നായി പെർഫോം ചെയ്യും. സൈമൾട്ടേനിയസ്ലി ഇന്ത്യയിൽ വരുന്ന കമ്പനീസ് ഫാസ്റ്റ് ആയിട്ടും ബെറ്റർ ആയിട്ടും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 50 സെൻസെക്സും എന്ന് പറയുന്ന ഇൻഡെക്സുകളും നന്നായിട്ട് പെർഫോം ചെയ്യും, മേലോട്ട് പോകുകയും ചെയ്യും. ഇനി വരാൻ പോകുന്ന ഒരു 10-20 കൊല്ലമൊക്കെ അടിപൊളിയായിട്ട് റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫേസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കഴിഞ്ഞൊരു 20 കൊല്ലത്തിലൊക്കെ നിഫ്റ്റി എന്ന റിട്ടേൺസ് CAGR ഒരു 12.5 ആണെന്നാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഗ്രോത്തും എക്സ്പാൻഷനും എല്ലാം വന്നു എന്നാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 20 കൊല്ലത്തിൽ അല്ലെങ്കിൽ 2045 2050 മേ ബി നിഫ്റ്റിയുടെ ഒരു ലാസ്റ്റ് 20 ഇയേഴ്സിന് CAGR ഒക്കെ നോക്കുമ്പോൾ 15% മേലെ പോലും റിട്ടേൺസ് തന്നു എന്നാണെങ്കിൽ അത് ഒരിക്കലും സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ല. 15% റിട്ടേൺ CAGR കിട്ടിക്കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന റിട്ടേൺസ് അത്രത്തോളം ഹ്യൂജ് ആയിരിക്കും. അവിടെയാണ് നമ്മുടെ റിയൽ വെൽത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതും പവർ ഓഫ് കമ്പൗണ്ടിങ് എന്ന സാധനം വർക്കൗട്ട് ആവാൻ പോകുന്നതും. സോ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കലും അത് വീണ്ടും ഡിലേ ചെയ്യരുത്. ഒരു ബെസ്റ്റ് ഫേസ് ആണ് വരാൻ പോകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ലോങ് ടേമിലേക്ക് പോകും തോറും അതിന് കിട്ടാൻ പോകുന്ന റിട്ടേൺസും അതിനനുസരിച്ച് വലുത് തന്നെയായിരിക്കും. സോ വേഗം തന്നെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇതുപോലുള്ള അടിപൊളി ഫൈനാൻഷ്യൽ കോണ്ടന്റ്സ് വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.